കൊട്ടിയൂർ വിശേഷത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ വരുമ്പോൾ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഏതാനും വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നതാണ്. സ്വന്തം വാഹനത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് കുറ്റ്യാടി വഴി ബോയ്സ് ടൗണിലെത്തി ഇടത് തിരിഞ്ഞ് കൊട്ടിയൂരിലെത്താം. വയനാട്ടിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വരുന്നവർക്ക് മാനന്തവാടി വഴി വരുന്നതായിരിക്കും സൗകര്യം. വടക്ക് നിന്ന് വരുന്നവർക്ക് മട്ടന്നൂർ വഴിയോ ഇരിട്ടി വഴിയോ എത്താം. ക്ഷേത്ര പ്രവേശന കവാടത്തിനടുത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇതിനോടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. കൊട്ടിയൂരിലും ഇങ്ങോട്ട് വരുന്ന വഴിയിലും പല സ്ഥലങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ ഭക്തർക്കായി അന്നദാനം നടത്താറുണ്ട്. കണ്ണൂർ, തലശ്ശേരി എന്നിവയാണ് കൊട്ടിയൂരിലേക്ക് എത്താനുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. തലശ്ശേരിയിൽ നിന്നും 55 കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും 65 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ളത്. ഈ സ്റ്റേഷനുകളുടെ അടുത്തു തന്നെയാണ് ബസ് സ്റ്റാൻഡ്. പകൽ സമയങ്ങളിലെല്ലാം തന്നെ KSRTCയും പ്രൈവറ്റ് ബസ്സുകളും കൊട്ടിയൂരിലേക്ക് നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കൊട്ടിയൂരിലെത്താം. എറണാകുളം ഭാഗത്തു നിന്നും മാംഗ്ലൂർ എക്സ്പ്രസ്, ഏറനാട് എക്സ്പ്രസ് ദിവസവും രാവിലെ തന്നെ തലശ്ശേരിയിലെത്തുന്നവയാണ്. നിങ്ങൾ കണ്ണൂരിൽ ഇറങ്ങാൻ ആണ് പ്ലാൻ എങ്കിൽ വന്ദേ ഭാരത് ഉൾപ്പെടെ കൂടുതൽ ട്രെയിനുകളുണ്ട്. രാവിലെ എത്തുന്ന ട്രെയിനുകളാണെങ്കിൽ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദർശനം പൂർത്തിയാക്കി വൈകുന്നേരം 5 മണിക്കുള്ള തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്സിന് മടങ്ങാം. അല്പം ലേറ്റായാൽ 8 മണിക്കുള്ള മാവേലി എക്സ്പ്രസ്സിനോ 9 മണിക്കുള്ള മലബാർ എക്സ്പ്രസ്സിനോ തിരിച്ചു പോകാം. കൂടാതെ ഉത്സവകാലത്ത് സംസ്ഥാനത്തെ എല്ലാ KSRTC യൂണിറ്റുകളിൽ നിന്നും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയുമായി ബന്ധപ്പെട്ടാൽ സമയവിവരങ്ങൾ ലഭ്യമാകും. കണ്ണൂർ യൂണിറ്റിൽ നിന്നും കൊട്ടിയൂരിലേക്ക് സ്പെഷ്യൽ തീർത്ഥാടക പാക്കേജുകൾ KSRTC നടത്തുന്നുണ്ട്. രാവിലെ 6:30 കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മാമനിക്കുന്ന് മഹാദേവ ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, പുരളിമല മുത്തപ്പ ക്ഷേത്രം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് രാത്രി 8 കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ്. വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും വളരെയധികം തിരക്കും മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതും കൂടി കണക്കിലെടുത്ത് വേണം ഏത് ഗതാഗത മാർഗം തിരഞ്ഞെടുത്താലും സന്ദർശനം പ്ലാൻ ചെയ്യാൻ. ബ്ലോക്കിൽപ്പെട്ടാൽ ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടന്നു വേണം ഇവിടെ എത്താൻ. കൊട്ടിയൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന 100ഓളം മുറികളുള്ള ഗസ്റ്റ് ഹൗസ് ഇവിടെയുണ്ട്. മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ റൂം ലഭിക്കുമോ എന്നത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ആധാർ കാർഡുമായി നേരിട്ട് വന്ന് അന്നന്നേക്ക് വേണം റൂം എടുക്കാൻ. പിന്നെ കൊട്ടിയൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ചെറിയ ചെറിയ ഹോം സ്റ്റേയും ലോഡ്ജുകളുമുണ്ട്. ഇവ മുൻകൂറായി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരാം. വേറൊരു ഓപ്ഷൻ തലശ്ശേരി, കണ്ണൂർ, മാനന്തവാടി തുടങ്ങിയ പട്ടണങ്ങളിൽ ഹോട്ടൽ ബുക്ക് ചെയ്തും വരാം. ഇവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയത് പരശുരാമൻ ആണെന്നും ശങ്കരാചാര്യർ ആണെന്നും 2 പക്ഷമുണ്ട്. എങ്കിലും ജാതിഭേദമന്യേ നമ്പൂതിരി മുതൽ വനവാസി വരെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായ പ്രാധാന്യവും പങ്കാളിത്തവും ഉള്ള ഒരു മഹാസങ്കേതമാണ് കൊട്ടിയൂർ. ഈ വർഷത്തെ പ്രധാന തീയതികൾ നമുക്ക് നോക്കാം. മെയ് 2 ഉത്സവ ചടങ്ങുകളുടെ തുടക്കം കുറിക്കുന്ന പ്രാക്കുഴം. മെയ് 23 ഭക്തിസാന്ദ്രമായ നീരെഴുന്നള്ളത്ത്. മെയ് 29 നെയ്യാട്ടം. അന്ന് തന്നെ കുറ്റ്യാടി ചാതിയാർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവും നടക്കും. മെയ് 30 ഭണ്ണാരം എഴുന്നള്ളത്ത്. വയനാട്ടിലെ കുതിരേരിക്കാവിൽ നിന്നുള്ള വാൾ എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിൽ എത്തുന്നതും ഇതേ ദിവസം തന്നെയാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയ് 30 അർദ്ധരാത്രി ഭണ്ണാരം എഴുന്നള്ളുന്നത് വരെ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തിയുടെ വേലിയേറ്റമാണ്. ജൂൺ 5 തിരുവോണം ആരാധന. ജൂൺ 7 ഭക്തർ സമർപ്പിക്കുന്ന ഇളനീർ വെപ്പ്. ജൂൺ 8 അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും. ജൂൺ 10 14 രേവതി രോഹിണി ആരാധനകൾ. ജൂൺ 16 മുതൽ 19 വരെ തിരുവാതിര, പുണർദം, ആയില്യം ചതുശതങ്ങൾ. അതിരാവിലെ തുടങ്ങുന്ന പൂജകൾ ചിലപ്പോൾ അർദ്ധരാത്രി വരെ നീളും. പാരമ്പര്യമായി പകർന്നു കിട്ടിയ പൂജാവിധികൾ ആണ്
ഇന്നും പിന്തുടരുന്നത്. മറ്റൊരു പ്രധാന ചടങ്ങാണ് ജൂൺ 20 മകം കലം വരവ്. ശ്രദ്ധിക്കുക, മകന്നാൾ ഉച്ചശീവേലിക്ക് ശേഷം അക്കരെ കൊട്ടിയൂർ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. 1000 കുടം അഭിഷേകം, തുമ്പമാല, കൂവളമാല, തിരുവപ്പം, വലിയ വട്ടളം, പായസം എന്നിവയാണ് പ്രധാന വഴിപാട്. ആൾരൂപം സമർപ്പിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നും പ്രസാദമായി ലഭിക്കുന്ന അഷ്ടബന്ധം രോഗമുക്തി നൽകുമെന്നും വിശ്വാസികൾ കരുതുന്നു. ഉത്സവത്തിൻ്റെ അവസാന ദിനങ്ങൾ അടുത്തുവരുന്നു. ജൂൺ 23 അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ. ജൂൺ 24 വൈശാഖോത്സവത്തിന് സമാപനം കുറിക്കുന്ന തൃക്കലശാട്ട്. ആദ്യം മുതിരേരിക്കാവിൽ നിന്നുള്ള വാളിൻ്റെ തിരിച്ചെഴുന്നള്ളത്തും പിന്നീട് ബിംബങ്ങളും ഭണ്ണാരങ്ങളും തിരിച്ചെഴുന്നള്ളുന്നു. തന്ത്രി കോഴിക്കോട്ടരി നമ്പൂതിരിപ്പാട് പ്രത്യേക ബലി അർപ്പിച്ച ശേഷം പെരുമാളോട് യാത്ര ചൊല്ലി ഇക്കരെ കൊട്ടിയൂരിലെത്തുന്നു. പാമ്പറപ്പാൻ തോട്ടിൽ അവസാന ക്രിയകൾ പൂർത്തിയാക്കി തോട് മറികടക്കുന്നതോടെ ആ വർഷത്തെ വൈശാഖോത്സവം സമാപിക്കുന്നതാണ്. ഈ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾക്കും എത്താവുന്നതാണ്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യവും ചരിത്രപുരാണവും അറിയാൻ താല്പര്യമുള്ളവർക്ക് അടുത്ത അവസാന ഘട്ടമായ 3-ാം ഭാഗം വരുന്നതാണ്.